സ്വാഗതം. മഞ്ഞുമൽ ബോയ്സ് 14 ദിനങ്ങൾ പിന്നിടുമ്പോൾ അതിൻ്റെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് വരാം. അതിനു മുമ്പ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തതെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. സിനിമ ഇതിനോടകം തന്നെ 100 കോടി തൂക്കിയിരിക്കുകയാണ്. ഇന്നത്തെ കളക്ഷൻ കൂടെ വരുമ്പോഴത്തേക്ക് 115 കോടിക്ക് മുകളിലേക്ക് സിനിമ എത്തുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ലാതിരിക്കുന്നു. ഇന്നത്തെ ട്രാക്ഡ് കളക്ഷൻസ് 14 ദിവസത്തിലെ കേരള ട്രാക്ഡ് കളക്ഷൻസ് വരുമ്പോൾ വെറും 1 കോടി മാത്രമെന്ന് തന്നെ പറയാം. ഈ ഒരു കാര്യം പറയാനുള്ള കാര്യം വേറെ ഒന്നുമല്ല, അപ്പുറത്ത് തമിഴ്നാട്ടിലുള്ള കളക്ഷൻ കാണുമ്പോൾ ഞെട്ടിക്കുന്നതുകൊണ്ട് തന്നെയാണ്. മലയാളത്തിൽ എന്താണ് എന്നുള്ളൊരു ചോദ്യം പോലെ തന്നെ നമുക്ക് തോന്നുന്നു. അതായത് ഇന്ന് ഇത്ര ഗംഭീരമായിട്ട് ഓടുന്ന സിനിമയ്ക്ക് ട്രാക്ഡ് കളക്ഷൻസിൽ 1 കോടി 2 ലക്ഷം രൂപയാണ് ഇതുവരെ വന്നിരിക്കുന്നത്. 826 ഷോകൾ ട്രാക്ക് ചെയ്തപ്പോൾ 29%, അതായത് ഫൈനലായിട്ട് പറയുന്നത് 1 കോടി 35 ലക്ഷത്തോളം രൂപ, അതായത് ഇന്നലത്തേന് സമാനമായിട്ട് തന്നെ, അതായത് 1.25 കോടിയോളം രൂപ ഇന്നും സിനിമയ്ക്ക് വരും എന്നുള്ളത് തന്നെയാണ്. കേരളത്തിൽ നിന്ന് ട്രാക്ഡ് കളക്ഷൻസിൽ നിന്ന് മാത്രമായിട്ട് സിനിമയ്ക്ക് 31 കോടിയിലേക്ക് എത്തിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഒഫീഷ്യലായിട്ട് അനൗൺസ്മെൻറ്റ് ഉണ്ടായിരുന്നു, സിനിമയ്ക്ക് 100 കോടി കഴിഞ്ഞു. ആ 100 കോടി കഴിഞ്ഞു എന്ന അനൗൺസ്മെൻറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ 105 കോടി കഴിഞ്ഞതായും ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ടുകൾ വന്നിരുന്നു എന്നുള്ളതാണ്. എന്തായാലും കേരളത്തിൽ നിന്ന് മാത്രമായിട്ട് സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നത് ഇപ്പോൾ 40 കോടിയോളമാണ് എന്നുള്ളത് തന്നെയാണ്. അതായത് ഇതുവരെയുള്ള തള്ളുകഥകളെല്ലാം പൊളിച്ചിറക്കിക്കൊണ്ട്, അതായത് ട്രാക്കിംഗ് വന്നതിന് ശേഷം രണ്ടാമത്തെ സിനിമയാണ് 100 കോടി കിടക്കുന്നത്. ഇത്രത്തോളം തിരക്കും ഇത്രത്തോളം ഓടിയാലും 100 കോടി എത്താൻ ബുദ്ധിമുട്ടുണ്ടെന്ന് ഉള്ള കാര്യങ്ങൾ പൂർണ്ണമായും ആളുകളിലേക്ക് എത്തിക്കുകയാണ്. ഇതിനു മുമ്പൊക്കെ ഉണ്ടായിരുന്ന കണക്കുകൾ എങ്ങനെയെന്നുള്ളത് ആളുകൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അതായത് ഇപ്പോൾ തമിഴ്നാട് കളക്ഷൻ്റെ കാര്യങ്ങളിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ന് തമിഴ്നാട്ടിലെ കളക്ഷൻ 3 കോടിക്ക് മുകളിലാണ് എന്നുള്ളതാണ്. ഒരു മലയാള സിനിമയ്ക്ക് തമിഴ്നാട്ടിൽ കിട്ടുന്ന ഏറ്റവും വലിയ സ്വീകാര്യതയായി മാറുന്നു എന്നുള്ളതാണ്. ഇതുവരെ 2 അക്കം എന്നുള്ള ഒരു സംഭവം കാണാത്ത മലയാള സിനിമ തമിഴ്നാട്ടിൽ നമ്മൾ ചോദിച്ചിട്ടുണ്ട്, പലപ്പോഴും നമ്മൾ തന്നെ വീഡിയോസിൽ ചെയ്തിട്ടുണ്ട്. വിജയുടെ പടങ്ങൾക്കൊക്കെ ഇവിടെ വരുമ്പോൾ, അല്ലെങ്കിൽ രജനീകാന്തിൻ്റെയോ അങ്ങനെ അജിത്തിൻ്റെയോ ഒക്കെ സിനിമകൾ ഇവിടെ വരുമ്പോൾ നമുക്ക് കാണാം ഇവിടുന്ന് 25-50 കോടി നേടിയിട്ട് പോകുന്നു. ഒരു മലയാള സിനിമയ്ക്ക്, അല്ലെങ്കിൽ ഇതുവരെയുള്ള മലയാള സിനിമകളെല്ലാം കൂടെ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പോലും 50 കോടി ഇല്ല എന്നുള്ളതാണ്. ആ ഒരു കുറവ് തമിഴ്നാട് അങ്ങ് നികത്തി കൊടുക്കുകയാണ്. വളരെ കുറഞ്ഞ ദിവസം കൊണ്ട് കേരളത്തിനെ വെല്ലുവിളിച്ച് തന്നെയാണ് ഈ സിനിമ പോകുന്നത്. അതായത് സിനിമ 25 കോടിക്ക് മുകളിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് തമിഴ്നാട് കളക്ഷൻ. അതായത് ഇന്നും 3 കോടി, അതായത് ഒരു 10 ദിവസം കൂടെ കഴിയുമ്പോഴത്തേക്ക് കേരള കളക്ഷൻ്റെ മുകളിലേക്ക് പോകും. നേരത്തെ ഒരു കാര്യമുണ്ടായിരുന്നു, ഇവിടെ ഇൻഡസ്ട്രി ഹിറ്റ് അടിക്കാൻ 50 കോടി അല്ലെങ്കിൽ 60 കോടി 80 കോടി എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ, അതൊക്കെ ഏത് തരത്തിലാണ് പോകുന്നതെന്ന് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നു. തീർച്ചയായും ഈ സിനിമ ഈ ആഴ്ചയോട് കൂടി തന്നെ 150 കോടിക്ക് മുകളിലേക്ക് എത്തുമെന്നുള്ളതിന് സംശയമില്ല. ഫൈനൽ റൺ വരുമ്പോൾ സിനിമ 250 കോടിക്ക് മുകളിലേക്ക് പോകും എന്ന് തന്നെയാണ് വിശ്വസിക്കുകയും ചെയ്യുന്നത്. എന്തായാലും മികച്ച ഒരു റെസ്പോൺസാണ് തമിഴ്നാട്ടിൽ നിന്ന് മഞ്ഞുമൽ ബോയ്സിന് കിട്ടുന്നത്. അതായത് വളരെ ലോ ബഡ്ജറ്റിൽ വന്ന ഈ ഒരു സിനിമ, അതായത് ചിദംബരത്തിൻ്റെ ഡയറക്ഷനിൽ വന്ന ഈ ഒരു സിനിമ വലിയ രീതിയിലുള്ള കാസ്റ്റിങ്ങും കാര്യങ്ങളുമൊക്കെ ഉണ്ടെങ്കിലും ചെറിയ ഒരു സിനിമ, ലോ ബഡ്ജറ്റ് സിനിമയായിട്ട് വരികയും പ്രതീക്ഷിക്കുന്നതിനൊക്കെ ഏറെ മുകളിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ 1000 വട്ടം മുകളിൽ നിൽക്കുന്ന ഒരു വിജയമാണ് കൊയ്തിരിക്കുന്നത്. പ്രത്യേകിച്ച് മലയാള സിനിമയ്ക്ക് ഇമാതിരി 20 കോടിക്ക് മുകളിലൊരു കളക്ഷൻ സ്വപ്നത്തിൽ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇവിടെ ഇൻഡസ്ട്രി ഹിറ്റ് അടിച്ചു എന്ന് പറയുന്ന സിനിമകൾക്ക് പോലും 10 കോടി തമിഴ്നാട്ടിൽ നിന്ന് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ പുനർചിന്തിക്കേണ്ടിയിരിക്കുന്നു അന്നൊക്കെ പറഞ്ഞ കാര്യങ്ങൾ എത്രത്തോളം സത്യാവസ്ഥയുണ്ട് എന്നുള്ളത്. കാരണം അതിനെക്കുറിച്ചുള്ള സത്യാവസ്ഥ നമുക്കറിയില്ല, അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല. പക്ഷേ ഈ സിനിമയും ഇതേപോലെ 2018 ഭീഷ്മപർവമൊക്കെ ഇറങ്ങിയപ്പോൾ ബാക്കിയുള്ള സിനിമകൾ എങ്ങനെ 100 കോടി കടന്നു എന്ന് ചോദിക്കുമ്പോൾ അതൊരു ചോദ്യചിഹ്നമായിട്ട് തന്നെ, ചെറിയതല്ല വലിയ രീതിയിലുള്ള ചോദ്യചിഹ്നമായിട്ട് തന്നെ നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ്. എന്തായാലും നിങ്ങൾക്ക് അതിന് ഉത്തരങ്ങൾ കമൻസിലൂടെ പറയാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിലും സപ്പോർട്ട് ചെയ്ത് തരണം. തുടർന്നും മഞ്ഞുമൽ ബോയ്സിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ വീഡിയോ ചെയ്യണമെങ്കിൽ ഒന്ന് കമൻസിലൂടെ പറയുക. സപ്പോർട്ട് ഉണ്ടെങ്കിൽ കൂടുതൽ വീഡിയോസ് ഉണ്ടാകും. ഗ്രേറ്റ് മീഡിയാസ്.